പോലീസ് അതിക്രമത്തിന്റെ മൂന്നാം മുറയുടെ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന യുവാക്കളുടെ പരാതി. പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ യുവാവ് വെന്റിലേറ്ററിലാണ് ഇപ്പോൾ. ഇരുചക്ര വാഹനം നിർത്താതെ പോയതിനാൽ പോലീസ് വാഹനത്തിൽ പിന്തുടർന്ന് ചേസ് ചെയ്തെത്തിയാണ് മർദ്ദിച്ചത്. മർദ്ദനത്തിന് ശേഷം വാഹനാപകടം ഉണ്ടായി എന്ന് പറഞ്ഞ് 108 ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആദ്യം ആ യുവാവിന്റെ പ്രതികരണം കേൾക്കാം. ചൊവ്വാഴ്ച നൈറ്റ് അമ്മയ്ക്ക് ഇടവില്ലാതെ ഞാൻ ഡ്യൂട്ടി സ്ഥലത്ത് നിന്ന് വീട്ടിലോട്ട് പോയ വഴിക്ക് ഒരു വഴി വെച്ച് ഇവർ കൈയാണ് ചെറിയ ഇരുട്ടത്താണ് നിന്നത്. സംഭവം അവിടെ വെച്ച് നിർത്താൻ പറ്റില്ല. തൊട്ടപ്പുറത്ത് തന്നെ നിർത്തിയപ്പോ ഒരു ബാക്കിൽ നിന്ന് വണ്ടിയിൽ വന്നിങ്ങനെ തട്ടിയിട്ട് അവിടെ വെച്ച് അങ്ങനെ അടിച്ചു. അവര് നല്ലോണം തല്ലി അവിടെ വെച്ച്. അത് 3 പേരുണ്ടായിരുന്നു. ഞാനും എന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. എന്റെ കൈ പിടിച്ചു വെച്ചിട്ട് നല്ലോണം ഷോൾഡറിലും തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റോട് കൂടി കുറെ തറയിട്ട് ചെന്നു. കാലില് എന്ത് വെച്ച് അടിക്കുകയായിട്ട് അടിക്കുകയാണ്. കറക്റ്റ് എനിക്ക് ആ തലയിൽ അടിയിട്ടപ്പോ തന്നെ ബോധം പോയാണ്. ഒരുപാട് തല്ലായിരുന്നു. ആംബുലൻസിൽ അവരെ തന്നെ വന്നതാണ്. ആ 108 ആംബുലൻസിൽ അവരെ തന്നെ കയറ്റിവിട്ടതാണ്. പക്ഷെ അവരൊരു 3 പേരുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ 2 പേരും കൂടെ വന്നു. ഒരു ബൈക്കിലാണ് കണ്ടത്. വണ്ടിക്ക് ഫ്രണ്ട് ബ്രേക്ക് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ തൊട്ട് ഫ്രണ്ടിൽ തന്നെ വണ്ടി നിർത്തിയായിരുന്നു. നിർത്തിയിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഒരു വലിയ സൈഡിൽ കൂടെ സൈലൻസറിൽ തട്ടിയത്. ആ ഒരു SI 2 കോൺസ്റ്റബിൾ വരുന്നു തോന്നുന്നു. എന്നാൽ യുവാക്കളെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് ഫോർട്ട് പോലീസിന്റെ വിശദീകരണം. യുവാക്കളെ ആംബുലൻസിൽ കയറ്റിവിട്ടത് മൊബൈൽ പട്രോളിംഗ് യൂണിറ്റ് ആണ്. ഇഞ്ചക്കലിൽ അന്ന് പെട്രോളിംഗ് ഉണ്ടായിരുന്നില്ല എന്നും ഫോർട്ട് പോലീസ്. TS ഹരികൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരി, ഈ യുവാവിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. പോലീസ് മർദ്ദിച്ചതാണെന്ന് പറയുന്നത് നമ്മൾ കേട്ടു. പോലീസ് മർദ്ദിച്ചതല്ലെങ്കിൽ സ്വാഭാവികമായും ഇത്രയും പരിക്ക് എങ്ങനെ പറ്റിയെന്ന ചോദ്യമുണ്ട്. എന്താണ് സംഭവിച്ചത്? പോലീസ് മർദ്ദിച്ചതല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർ പോലീസിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു, ഒരു പരാതി ഉന്നയിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. സംഭവിച്ചത് എന്താണ് എന്ന് പറയാം. അതായത് പരാതിയിൽ പറയുന്ന കാര്യം, ഇരുചക്ര വാഹനത്തിൽ ഇവർ വരികയായിരുന്നു. അർദ്ധരാത്രിയാണ്. ഏകദേശം ഒരു 2 മണി സമയമെങ്കിലും ആയി കാണുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവർ പോലീസിന്റെ പെട്രോളിംഗ് ഒരറ്റത്തുണ്ട്. വാഹന പരിശോധന നടക്കുമ്പോൾ പോലീസുകാർ ഈ ഇരുചക്ര വാഹനത്തിന് കൈ കാണിക്കുന്നു. ദിബിനും വിശാഖുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പോലീസുകാർ കൈ കാണിക്കുമ്പോൾ ഇവർ വാഹനം നിർത്താതെ മുന്നോട്ട് പോകുന്നു. ആ സമയത്ത് തന്നെ ആ സംഘത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ഈ ബൈക്കിന് നേരെ അവരുടെ ലാത്തി എറിയുന്നു എന്ന് വിശാഖ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇവർ മുന്നോട്ട് പോയി കുറച്ചു ദൂരം കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ പിന്തുടർന്ന് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അവിടെ വണ്ടി നിർത്തുന്നു. അപ്പോഴാണ് പോലീസ് ജീപ്പ് പിന്നാലെ വന്ന് പിന്തുടർന്ന് ഇവരുടെ എത്തി ആ പോലീസ് വാഹനത്തിന്റെ സൈലൻസറിൽ ഇടിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതിനുശേഷം വളരെ ക്രൂരമായി ഈ 2 യുവാക്കളെയും പോലീസുകാർ മർദ്ദിച്ചു. ആദ്യം ഈ പോലീസുകാരും ദിബിനും വിശാഖും ഈ പോലീസുകാരുമായിട്ട് വാക്കുതർക്കം ഉണ്ടാകുന്നു. അതിനുശേഷം അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ നടന്നതാണ് വലിയ തിരക്കഥ എന്ന് പറയുന്നത്. അതായത് ഒരു വാഹനാപകടം ഉണ്ടായി എന്ന് കാട്ടി ഈ 2 പേരെയും പോലീസുകാർ 108 ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കയറ്റിവിടുകയാണ് ഉണ്ടായത്. അപ്പോൾ അൺനോൺ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവർ അവിടെ എത്തുന്നു. അതിനുശേഷം ബന്ധുക്കൾ ഈ വിവരം അറിഞ്ഞ് അവിടെ എത്തുന്നു. അവരും കരുതിയത് ഇവർക്ക് വാഹനാപകടം സംഭവിച്ചു എന്നാണ്. പക്ഷേ അപ്പോഴൊക്കെ ഇവർ അബോധാവസ്ഥയിലായിരുന്നു. ബോധം വന്നപ്പോഴാണ് നടന്ന കാര്യം എന്താണ് എന്ന് ഇവർ ബന്ധുക്കളോട് പറയുന്നത്. അങ്ങനെയാണ് ഹരിയിലേക്ക് വരാം. സ്വാഭാവികമായും ഇവർക്ക് ബോധം വന്നപ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്ന് പുറം ലോകം അറിഞ്ഞത്. അവരുടെ കുടുംബം പോലും അങ്ങനെയാണ് അറിഞ്ഞത്. ഈ പരിക്കേറ്റ യുവാവിന്റെ ഭാര്യയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. കേൾക്കാം അവരുടെ വാക്കുകൾ. ഹസ്ബൻഡിന് ഇങ്ങനെ അപകടം പറ്റിയതായിട്ട് ഞാൻ വെളുപ്പിന് 4:30 മണിക്കാണ് അറിയുന്നത്. ഞങ്ങളുടെ അവിടുത്തെ ഒരു വാർഡിലെ മെമ്പർ, അയാൾ വക്കീലും കൂടെയാണ്. പുള്ളിക്കാരനെ എങ്ങാണ്ടോ സ്റ്റേഷനിൽ നിന്ന് ആരെ വിളിച്ച് പറഞ്ഞെന്ന് അറിയത്തില്ല. അത് പുള്ളിക്കാരന് മാത്രമേ കറക്റ്റായിട്ട് അറിയത്തുള്ളൂ. ഇതേപോലെ ഒരു അപകടം പറ്റി, മെഡിക്കലിലാണ്. അപ്പോൾ വിശാഖിനെ മാത്രമേ അയാൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയുള്ളൂ. അപ്പോൾ ദിബിൻ്റെ മുഖം മൊത്തം ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നതുകൊണ്ട് ആളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ദിബിനാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പോൾ ഫോട്ടോ സ്റ്റേഷനിലെ സാറ് ഫോട്ടോ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വാട്സപ്പിൽ ഫോട്ടോ ഇട്ട് കൊടുത്തു. അങ്ങനെ അവിടെ നിന്നെങ്ങാണ്ട് പോലീസുകാരനെ വിട്ടിട്ട് അന്വേഷിച്ചപ്പോൾ അത് ദിബിനാണെന്ന് കൺഫേം ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഏകദേശം കല്ലറയിൽ എത്തുമ്പോഴത്തേനും മണിക്കൂറുകളാവും. അപ്പോൾ ആ സമയത്ത് ഇയാൾ ഈ തലയിൽ അതീവ ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിട്ടാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ബൈക്ക് ഒരു ബാരിക്കേഡിൽ ഇടിച്ചതായിട്ടാണ് കൊണ്ടുവന്നവർ പറഞ്ഞേക്കുന്നത്, ഇവിടെ കൊണ്ടുവന്നവർ. അപ്പോൾ ഞങ്ങൾ എത്തുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ബ്രദറിനെ വീട്ടിൽ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ജോലിക്ക് പോകാൻ വേണ്ടി ഷിഫ്റ്റായിരുന്നു. പട്ടത്ത് നിന്നപ്പോൾ ചേട്ടന് പെട്ടെന്ന് നിങ്ങൾ കയറാം. ചേട്ടൻ കയറി വന്നപ്പോൾ ആൾ മരിച്ച രീതിയിലാണ് കിടന്നത്.
ഒരു അൺനോൺ ആയിട്ട് ഒരു സ്ഥലത്ത് മരിച്ച രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും കിട്ടാതെ കൈയും ഒന്ന് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഒരു സൈഡിൽ കിടത്തിയിരിക്കുകയായിരുന്നു. ചേട്ടൻ വന്നതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡിനെ വെന്റിലേറ്ററിലോട്ട്. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരനെ വെന്റിലേറ്ററിന് എടുത്തതിന് ശേഷം ഞാൻ ചോദിച്ചപ്പോഴാണ് പുള്ളിക്കാരന് ഇതുവരെയുള്ള കാര്യമേ ഓർമ്മയുള്ളൂ. ഇവർ രാത്രി എങ്ങാണ്ടോ വിശാഖും എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ദിവിൻ എന്നാണ്, രണ്ടുപേരും കൂടെ പുറത്തോട്ട് പോയപ്പോൾ വെളുപ്പിന് 12 മണിക്ക് ശേഷമാണ്, കറക്റ്റ് സമയം എനിക്കറിയത്തില്ല, പുള്ളിക്കാരൻ ആ സമയം റെക്കഗ്നൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. പോയപ്പോൾ ഇവർ നൈറ്റ് പെട്രോളിങ്ങിന് നിൽക്കുന്ന പോലീസുകാരായിരുന്നു. അവരെങ്ങാണ്ടോ കൈ കാണിച്ചപ്പോഴത്തേനും നിർത്തിയില്ല. അപ്പോൾ ഇവർ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു, സ്വാഭാവികമായിട്ട് അതുകൊണ്ടായിരിക്കാം നിർത്താത്തത്. അപ്പോൾ ഇങ്ങനെ വണ്ടി എടുത്ത് പോയപ്പോൾ ഇവർ ലാത്തി എങ്ങാണ്ടോ കൊണ്ട് എറിഞ്ഞപ്പോൾ വണ്ടി സ്കിഡായിട്ട് ഇവർ നിന്നിട്ട് എന്തോ ഷൗട്ട് ചെയ്തു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിൽ ഈ SIയുടെ അടുത്താണ് SIയും 2 കോൺസ്റ്റബിൾ എങ്ങാണ്ടോ ആണ് കൂടെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. സംസാരിച്ചതിൻ്റെ വൈരാഗ്യത്തിൽ ഒരു മനുഷ്യനെ എത്രത്തോളം ഒരു ശവമായിട്ട് കിടത്താമോ ആ ഒരു രീതിയിലാണ് ഭർത്താവിനെ ആക്കി വിട്ടത്. അതായത് തലയോട്ടിന് പൊട്ടലുണ്ട്, തലയ്ക്കകത്ത് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട്, ഒരു കണ്ണിൻ്റെ മുകളിലും താഴെയായിട്ടുള്ള എല്ലിന് പൊട്ടലുണ്ട്, കൈക്ക് പൊട്ടലുണ്ട്, എല്ലാം വലതുവശത്താണ്. വളരെ ക്രൂരമായ മർദ്ദനം. ജനമൈത്രി പോലീസ് എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കാറുണ്ട് ഹരി. ഇപ്പോൾ പോലീസിനോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഈഞ്ചക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. CCTV ഒക്കെ ഉണ്ടാവില്ലേ അവിടെ? ഭാഗത്ത് CCTV ദൃശ്യങ്ങൾ നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല, അത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഓഗസ്റ്റ് 6 കഴിഞ്ഞ ബുധനാഴ്ച നടന്ന സംഭവമാണ്. ആ CCTV ദൃശ്യങ്ങൾ, ആ സമയത്തെ ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പോലീസുമായി സംസാരിച്ചിരുന്നു, പോലീസിന്റെ വിശദീകരണം നമ്മൾ തേടിയിരുന്നു. ഫോർട്ട് പോലീസ് പറയുന്നത് ഇതൊരു തെറ്റായ വിവരമാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ ഭാഗത്തുനിന്ന് യുവാക്കളെ ആരെയും മർദ്ദിച്ചതായി അവർ സമ്മതിക്കുന്നില്ല. മാത്രമല്ല അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് പെട്രോളിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ ആ ഭാഗത്തായിരുന്നില്ല പെട്രോളിംഗ്, ഏകദേശം ഒരു മണക്കാട് ആ ഭാഗത്തൊക്കെയാണ് പെട്രോളിംഗ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പോലീസിന്റെ വിശദീകരണം ഇതാണ്. ശരി, TS ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.